വയനാട് ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ തീരുമാനം 2 ആഴ്ചയ്ക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. മറുപടി നൽകാൻ 2 ആഴ്ച സമയമാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള ഇടപെടലിന് ശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി. കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. രാജേഷ്, സൂചിപ്പിച്ച പോലെ തന്നെ ഹൈക്കോടതി ആവർത്തിച്ച് ഇടപെട്ടിരുന്നു ഈ വായ്പയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. 2 ആഴ്ചയ്ക്കകം തീരുമാനം അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ? അമ്പിളി, കേന്ദ്ര സർക്കാർ ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോഴൊക്കെ ഇത്തരത്തിലൊരു കീഴ്വഴക്കം അനുവദിക്കാനാവില്ല, അതുകൊണ്ട് തന്നെ ബാങ്ക് വായ്പയ്ക്ക് വേണമെങ്കിൽ മൊറട്ടോറിയം നൽകാം, എഴുതി തള്ളാനാവില്ല എന്ന നിലപാടിലായിരുന്നു പല പ്രാവശ്യവും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഹൈക്കോടതി ആവർത്തിച്ച് ഇത് കേന്ദ്ര സർക്കാരിന്റെ അധികാരപരിധിയിൽ വരുന്നതാണ്, കേന്ദ്ര സർക്കാരിന് ഇത് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്ന രീതിയിൽ ഒരു ആവർത്തിച്ച് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അല്പമെങ്കിലും അനുകൂലമായ ഒരു മറുപടി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ 2 ആഴ്ചക്കകം തീരുമാനം അറിയിക്കാം എന്ന് ആദ്യമായി കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിക്കുന്നത്. ഇതിനു മുമ്പ് ഇത് പറ്റില്ല, ചെയ്യില്ല എന്നുള്ള രീതിയിലുള്ള മറുപടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ 2 ആഴ്ചക്കകം തീരുമാനം അറിയിക്കണം, തീരുമാനം അറിയിക്കാനായിട്ട് 2 ആഴ്ച കൂടെ സമയം വേണം എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം അതായത് ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു സമീപനം ഒരു നല്ല സൂചനയായിട്ട് ഒരുപക്ഷെ കരുതാൻ കഴിയും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗുണം ഈ ദുരന്തബാധിതർക്ക് ലഭിക്കുമെങ്കിൽ അത് ഹൈക്കോടതിയുടെ നിരന്തരമായ ഇടപെടൽ മൂലമാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനം അറിയിക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ശരി, വയനാട് ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ തീരുമാനം 2 ആഴ്ചയ്ക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. മറുപടി നൽകാൻ 2 ആഴ്ച സമയമാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള ഇടപെടലിന് ശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ്.